വിശ്വാസത്തിനു വേണ്ടി ഒരാൾക്ക് എന്തെല്ലാം ത്യജിക്കാൻ കഴിയും? അങ്ങനെയൊരു ചോദ്യത്തിന് സ്വന്തം ജീവിതം കൊണ്ട് ഉത്തരം നൽകിയ ഒരു ധീര വനിതയുടെ കഥയാണിത്. നമുക്ക് ഉമ്മുസലമയുടെ അവിശ്വസനീയമായ ജീവിതത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. നമുക്കീ കഥയുടെ ഏറ്റവും നിർണായകമായൊരു നിമിഷത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ചുട്ടുപൊള്ളുന്ന ആ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഒരമ്മയുടെ ഹൃദയം പിളരുന്ന ഒരു കാഴ്ച. സ്വന്തം ഭർത്താവിനെയും പിഞ്ചു കുഞ്ഞിനെയും അവരുടെ കൺമുന്നിലിട്ട് അതിക്രൂരമായി വേർപിരിക്കുകയാണ്. ആ നിമിഷം ഉമ്മുസലമയുടെ ലോകം കീഴ്മേൽ മറിയുകയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: നമ്മുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ ഒരു മനുഷ്യന് എന്തിലാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? വിശ്വാസത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ടോ? ഇത്രയും വലിയൊരു ത്യാഗത്തിന് അവരെ പ്രേരിപ്പിച്ചത് എന്താണെന്നറിയണ്ടേ? അതിന് നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ടു പോകണം. ആരായിരുന്നു ഉമ്മുസലമ? ആരായിരുന്നു അവരുടെ ഭർത്താവ് അബൂസലമ? എന്തായിരുന്നു അവരെ മുന്നോട്ട് നയിച്ച ആ വിശ്വാസത്തിന്റെ ആഴം? ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഉമ്മുസലമയും അബൂസലമയും വെറും സാധാരണക്കാരായിരുന്നില്ല കേട്ടോ. മക്കയിലെ ഏറ്റവും ശക്തമായ ഖുറേശി ഗോത്രത്തിലെ പ്രമുഖരായിരുന്നു രണ്ടുപേരും. ഉമ്മുസലമയാണെങ്കിൽ മക്സും ഗോത്രത്തലവന്റെ മകൾ, അതായത് അബൂജഹലിനെയും പിന്നീട് ഇസ്ലാമിന്റെ പടവാളായി മാറിയ ഖാലിദ് ഇബ്നുൽ വലീദിനെയുമൊക്കെ അടുത്ത ബന്ധു. അബൂസലമയാകട്ടെ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുവും ഉറ്റ സുഹൃത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ 15 പേരിൽ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു എന്നതാണ്. അവരുടെ വിശ്വാസത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നെന്നറിയാമോ? ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഹിജ്റകളിലും പങ്കെടുത്ത ഒരേ ഒരു കുടുംബം ഒരുപക്ഷെ അവരുടേതായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ തവണയും എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുക. അത് വിശ്വാസത്തിനു വേണ്ടി മാത്രമായിരുന്നു. ശരി, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉമ്മുസലമയുടെ ജീവിതത്തിലെ ഒരുപക്ഷേ ഏറ്റവും വേദനാജനകമായ ആ അധ്യായമാണ്. മദീനയിലേക്കുള്ള വഴിയിൽ ഒറ്റപ്പെട്ടുപോയ ആ അമ്മ, 1 വർഷം നീണ്ടുനിന്ന അവരുടെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും കഥ. 1 വർഷം, 1-2 ദിവസമല്ല, 365 ദിവസമാണ് അവർ സ്വന്തം ഗോത്രത്തിന്റെ തടവിൽ കഴിഞ്ഞത്. ഭർത്താവ് എവിടെയാണെന്നറിയില്ല, കുഞ്ഞു കൂടെയില്ല, തികച്ചും ഒറ്റയ്ക്ക്. ആ 1 വർഷം മുഴുവൻ എല്ലാ ദിവസവും രാവിലെ അവർ ഒരേ സ്ഥലത്ത് പോയിരിക്കും. എവിടെ വെച്ചാണോ തന്റെ കുടുംബത്തെ വേർപിരിച്ചത് അവിടെ ഇരുന്ന് അവർ വിലപിക്കും. ആ വേദനയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. അവരുടെ ആ കണ്ണുനീരിൽ ഒരു വശത്ത് കടുത്ത നിരാശയും മറുവശത്ത് അടിയുറച്ച വിശ്വാസവുമുണ്ടായിരുന്നു. 1 വർഷത്തോളം നീണ്ട ആ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കുമൊടുവിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരിടത്തുനിന്ന് ഒരു സഹായം വന്നെത്തി. തികച്ചും അപരിചിതനായ ഒരാളുടെ രൂപത്തിൽ പ്രതീക്ഷയുടെ ഒരു വെളിച്ചം. ഈ താരതമ്യം നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കും. ഒരു വശത്ത് സ്വന്തം രക്തത്തിൽപ്പെട്ടവർ കാണിച്ച ക്രൂരത, മറുവശത്ത് അന്ന് മുസ്ലിം പോലുമല്ലാതിരുന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന അപരിചിതൻ കാണിച്ച ആ ഭ്ലഗുരോത്സവം. സ്വന്തം കുടുംബം അവളെ 1 വർഷം തടവിലിട്ടപ്പോൾ അദ്ദേഹം അവളെ സുരക്ഷിതയായി 500 കിലോമീറ്ററിലധികം ദൂരെയുള്ള മദീനയിലെത്തിക്കാൻ വേണ്ടി കൂടെ കാൽനടയായി യാത്ര ചെയ്തു. ഇത് ഉമ്മുസലമയുടെ തന്നെ വാക്കുകളാണ്. അവർ പറയുന്നു, അറബികൾക്കിടയിൽ ഇത്രയും മാന്യനായ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ആ അപകടം നിറഞ്ഞ യാത്രയിലുടനീളം ഉസ്മാനിബ്നു ത്വൽഹയുടെ പെരുമാറ്റം അത്രയേറെ ആദരവ് നിറഞ്ഞതായിരുന്നു. എവിടെയെങ്കിലും വിശ്രമിക്കാൻ നിർത്തുമ്പോൾ ഒട്ടകത്തെ മുട്ടുമുട്ടിച്ച ശേഷം അദ്ദേഹം ദൂരെ മാറി നിൽക്കും. ഉമ്മുസലമ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നതിന് ശേഷം മാത്രം അദ്ദേഹം വന്ന് ഒട്ടകത്തെ നയിക്കും. ഒരു വാക്കുകൊണ്ടുപോലും അദ്ദേഹം അവരെ ബുദ്ധിമുട്ടിച്ചില്ല. ഒടുവിൽ മദീനയിലെത്തിയപ്പോൾ അവരെ കാത്തിരുന്നത് സന്തോഷം മാത്രമല്ല, മറ്റൊരു വലിയ ദുരന്തം കൂടിയായിരുന്നു. എന്നാൽ ആ വേദനയുടെ ആഴത്തിൽ നിന്നാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു പ്രാർത്ഥനയുടെ കഥ തുടങ്ങുന്നത്. ഒരു ദിവസം അബൂസലമ വലിയ സന്തോഷത്തോടെ വീട്ടിലേക്കോടി വന്നു. പ്രവാചകനിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച ഒരു പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു. വിധി എത്ര വിചിത്രമാണെന്ന് നോക്കൂ. തന്റെ മരണസമയത്ത് ഭാര്യയ്ക്ക് ഏറ്റവും വലിയ ആശ്വാസമാകാൻ പോകുന്ന വാക്കുകളാണ് താൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് അദ്ദേഹം അന്ന് അറിഞ്ഞിരുന്നില്ല. അബൂസലമയുടെ ജീവിതം തന്നെ ത്യാഗത്തിന്റെയും ധീരതയുടെയും പ്രതീകമായിരുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പോരാളിയായിരുന്നു അദ്ദേഹം. ഉഹുദ് യുദ്ധത്തിൽ ഏറ്റ മുറിവുകൾ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചു. അങ്ങനെ പ്രവാചകന്റെ സന്നിധ്യത്തിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി. ഹൃദയം നുറുങ്ങുന്ന ആ വേദനയിലും ഉമ്മുസലമ തളർന്നില്ല. ഭർത്താവ് പഠിപ്പിച്ചു കൊടുത്ത ആ പ്രാർത്ഥന അവർ ഓർത്തെടുത്തു. കണ്ണുനീരിനിടയിലും പൂർണ്ണമായ വിശ്വാസത്തോടെ അവർ ആ വാക്കുകൾ ഉരുവിട്ടു. പ്രാർത്ഥനയൊക്കെ ചൊല്ലി. പക്ഷേ ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ അവരുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു സംശയം വന്നു. അബൂസലമയേക്കാൾ മികച്ചൊരാളോ? അതെങ്ങനെ സാധ്യമാകും? അത്രയധികം അവർ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ പദ്ധതികൾ ആർക്കാണ് പ്രവചിക്കാൻ കഴിയുക? അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു.
അതും അവർക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ. അബൂസലമയേക്കാൾ ശ്രേഷ്ഠനായ ഒരേയൊരു പുരുഷനിൽ നിന്ന്, സാക്ഷാൽ പ്രവാചകൻ മുഹമ്മദ് നബിയിൽ നിന്ന് അവർക്ക് വിവാഹാഭ്യർത്ഥന വന്നു. അതോടുകൂടി ഉമ്മസലമയുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറക്കുകയായിരുന്നു. അവർ ഒരു അതിജീവിത എന്നതിലുപരി ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ മാതാവായി, ജ്ഞാനത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമായി മാറി. പ്രവാചകന്റെ വിവാഹാഭ്യർത്ഥന കേട്ടപ്പോൾ ഉമ്മുസലമയ്ക്ക് വിശ്വസിക്കാനായില്ല. അവർ വളരെ വിനയത്തോടെ തന്റെ ചില ആശങ്കകൾ അറിയിച്ചു. തനിക്ക് പ്രായമായി, തനിക്ക് അസൂയ കൂടുതലാണ്, പിന്നെ തനിക്ക് കുട്ടികളുണ്ട്. എന്നാൽ അവരുടെ ഓരോ ആശങ്കയ്ക്കും പ്രവാചകൻ നൽകിയ മറുപടികൾ സ്നേഹവും കരുണയും നിറഞ്ഞതായിരുന്നു. നിന്റെ കുടുംബം എന്റെ കുടുംബമാണ് എന്ന ആ ഒരൊറ്റ വാചകത്തിൽ അവരുടെ എല്ലാ ഭയവും അലിഞ്ഞില്ലാതായി. ഉമ്മുസലമയുടെ മഹത്വം അവരുടെ വ്യക്തിപരമായ സഹനങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. വിശ്വാസികളുടെ മാതാവ് എന്ന പദവിയിൽ അവർ ഒരുപാട് സംഭാവനകൾ നൽകി. നിരവധി ഹദീസുകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്സീനിയൻ ഹിജ്റയുടെ ചരിത്രം നമുക്ക് ഇത്ര വ്യക്തമായി ലഭിക്കാൻ ഒരു പ്രധാന കാരണം അവരാണ്. ഹുദൈബിയ സന്ധി പോലുള്ള നിർണായക ഘട്ടങ്ങളിൽ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഉപദേശം നൽകിയ ഒരു ജ്ഞാനി കൂടിയായിരുന്നു അവർ. അപ്പോൾ ഉമ്മുസലമയുടെ ജീവിതം ശരിക്കും ഒരു പാഠപുസ്തകമാണ്. അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ ഏറ്റവും വലിയ നഷ്ടങ്ങൾക്ക് ശേഷവും അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം എത്രമാത്രം വലുതായിരിക്കുമെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഇന്നത്തെ ഈ ലോകത്ത് പ്രതിസന്ധികളെ തരണം ചെയ്യാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും നമ്മെ പ്രചോദിപ്പിക്കുന്ന ഇതുപോലുള്ള ഏത് കഥകളാണ് നമ്മൾ ഓർക്കേണ്ടതും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കേണ്ടതും?